നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാലക്കാടാണെങ്കിലും ചേലക്കരയാണെങ്കിലും വയനാടാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായിക്കും. പക്ഷേ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ മാറുമ്പോൾ അവിടെ ആരാകും വരിക? ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 1-2 വീഡിയോകളിൽ. അതിലൊന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്നും പത്മജ BJPയുടെ സ്ഥാനാർത്ഥിയാകുമെന്നും M സ്വരാജ് LDFന് വേണ്ടി മത്സരിക്കുമെന്നും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം K മുരളീധരന് ചില സാധ്യതകളുണ്ട് എന്ന് പാലക്കാട് നിന്നുള്ള MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ പറഞ്ഞ വീഡിയോയും ഞാൻ ചെയ്തിരുന്നു. കാരണം കോൺഗ്രസിന് വേണ്ടി ചിലപ്പോൾ K മുരളീധരൻ ഇറങ്ങിയേക്കാം, പക്ഷേ ആ സാധ്യത വളരെ വിരളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു യുവരക്തത്തെയായിരിക്കും പാലക്കാട് നിർത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ വരുന്നത്. നിലവിൽ പാലക്കാടിൻ്റെ MLA എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ, അദ്ദേഹം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് ആ വടകരയിൽ പോലും മത്സരിച്ച് മികച്ച വിജയം കരസ്ഥമാക്കുക ആയിരുന്നു. CPMലെ മുതിർന്ന നേതാവും CPMൽ ഇപ്പോൾ ഏറ്റവും അധികം ഇമേജുമുള്ള ആളുമായിട്ടുള്ള KK ശൈലജ ടീച്ചറിനെയാണ് പൊരിഞ്ഞ മത്സരത്തിൽ ഷാഫി പരാജയപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇവർ തമ്മിൽ നടന്ന സോഷ്യൽ മീഡിയ യുദ്ധങ്ങളും ഒക്കെ ശരിക്കും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. വാദപ്രതിവാദങ്ങളും തുടർക്കേസുകളും ഒക്കെയായി കേരളത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന വളരെ വലിയൊരു മത്സരമായിരുന്നു വടകരയിൽ നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. UDFും LDFും ഒക്കെ ആവേശപൂർവ്വം ഏറ്റെടുത്ത മത്സരത്തിൽ UDFിൻ്റെ യുവ പണനായകനായി എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് എല്ലാവരും ടീച്ചറമ്മ എന്ന് അഭിസംബോധന ചെയ്യുന്ന KK ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തുകയായിരുന്നു ഷാഫി പറമ്പിൽ. തുടർന്നിപ്പോൾ ഷാഫി പാലക്കാട് MLA സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് വൈകാതെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് സൂചന. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികളുടെയും ഒരു പ്രസ്റ്റീജ് വിഷയമാകുമെന്നത് തീർച്ചയാണ്. ഷാഫി പറമ്പിലിന് ജനങ്ങളുമായിട്ടുള്ള ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധം കൊണ്ട് മാത്രമാണ് പാലക്കാട് കഴിഞ്ഞ നാളിൽ ഒരിക്കൽ പോലും UDFിൽ നിന്ന് അകലാതിരുന്നത് എന്ന് പറയേണ്ടിയിരിക്കും. കഴിഞ്ഞ തവണ ഇവിടെ മെട്രോമാൻ ശ്രീധരൻ BJPക്ക് വേണ്ടി മത്സരിച്ച് 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു. അന്ന് ശ്രീധരൻ ജയിക്കുമെന്ന് വരെ കിംവദന്തികൾ പടരുകയുണ്ടായി. ഷാഫി പറമ്പിലിൻ്റെ പരാജയം പ്രവചിച്ചവരാണ് ഇവിടുത്തെ പല മാധ്യമങ്ങളും. എന്നാൽ അവസാന ലാപ്പിൽ മെട്രോമാനെ പിന്തള്ളി ഷാഫി പറമ്പിൽ ജയിച്ചു കയറുകയാണ് ഉണ്ടായത്. അത് നമ്മൾ കണ്ടതുമാണ്. അത്തരത്തിലൊരു ചരിത്രം കേരളത്തിനുണ്ട് താനും. കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളും LDFിനൊപ്പം വന്നപ്പോൾ പാലക്കാട് ഷാഫി ആ മണ്ഡലം നിലനിർത്തുകയാണ് ചെയ്തത്. ശരിക്കും ത്രികോണമുണ്ടായിട്ട് പോലും ഇവിടെ CPM 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് മെട്രോമാൻ ശ്രീധരൻ താൻ ഇവിടെ വിജയിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് MLA ഓഫീസ് ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തുറന്നതുമൊക്കെ. പക്ഷേ അതൊക്കെ അന്ന് വലിയ വാർത്തയുമായിരുന്നു. പക്ഷേ പരാജയപ്പെട്ടു പോയി. എന്തായാലും അന്തിമ ഫലം വന്നപ്പോൾ പാലക്കാട്ടുകാർ ഷാഫിയെ കൈവിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തു. അതാണ് സത്യം. എന്തായാലും ഇനി വരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികൾക്കും ഒരു പ്രത്യേക വിഷയം തന്നെയാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. മണ്ഡലം നിലനിർത്തുക എന്നത് UDFിനെ സംബന്ധിച്ച അഭിമാന വിഷയമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും CPMും BJPയും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയായിരിക്കും ഇവിടെ രംഗത്തിറക്കുക എന്നുള്ളതാണ് സൂചന. 3 മുന്നണികളുടെയും അഭിമാന പോരാട്ടത്തിനാകും പാലക്കാട് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. UDFിനെ സംബന്ധിച്ച് കയ്യിലിരിക്കുന്ന മണ്ഡലം നിലനിർത്തേണ്ടത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇവിടുത്തെ ജനപതി എന്ന് പറയപ്പെടുന്നത് നിർണായകമാവുകയും ചെയ്യും. ഇനി UDF ഭരണത്തിലെത്താൻ സാധ്യതയുണ്ടോ എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാകും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. ഇനി UDF അല്ലാതെ മറ്റാരെങ്കിലുമാണ് ജയിച്ചു വരുന്നത് എങ്കിൽ UDF BJPക്ക് വോട്ടുമറിച്ചു കൊടുത്തുവെന്ന പഴയും ഈ കോൺഗ്രസ്സുകാരടക്കം കേൾക്കേണ്ടി വരും. UDFിലെ സർവ്വസന്നാഹങ്ങളും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങുമെന്ന് തീർച്ചയാണ്. BJP ആണെങ്കിൽ തിരുവനന്തപുരത്തെ നിയമം പോലെ തന്നെ വലിയ വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് ഇത്. ഒന്നാഞ്ഞു പിടിച്ചാൽ ജയിക്കാമെന്ന് അവരുടെ ക്യാമ്പും പ്രതീക്ഷിക്കുന്നുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലം ഇടതുമുന്നണിക്കും വലിയ വേരോട്ടമുള്ള മണ്ണു കൂടിയാണ്. ഷാഫി പറമ്പിൽ മാറുന്ന ഒഴിവിൽ മുൻ തൃത്താല MLA ആയിരുന്ന കോൺഗ്രസിലെ യുവ നേതാവായിട്ടുള്ള VT ബൽറാമിനെ മത്സരിപ്പിക്കുവാനുള്ളൊരു നീക്കം UDFിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2 തവണ തൃത്താല MLA ആയിരുന്ന ബൽറാം കഴിഞ്ഞ തവണ വാശിയേറിയ പോരാട്ടത്തിൽ തൃത്താലയിൽ മന്ത്രി MP രാജേഷിനോട് പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷം നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിയമസഭയിൽ എന്നും ഇടതുമുന്നണിക്ക് തലവേദന ഉണ്ടാക്കിയിരുന്ന ബൽറാമിനെ തോൽപ്പിക്കുക എന്നത് അന്ന് CPMൻ്റെ ഒരു പ്രസ്റ്റീജ് വിഷയം കൂടിയായിരുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ സർവ്വ അടവും പുറത്തെടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ ബൽറാമിനെ വീഴ്ത്തിയത് CPM. ബൽറാമിക്കുറി ഷാഫിക്ക് പകരം പാലക്കാട് മത്സരിച്ചാൽ യുവജനങ്ങളെ ആകർഷിക്കുവാൻ കഴിയുമെന്ന് UDF നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. മാത്രമല്ല, ഷാഫി പറമ്പിലിനെ പോലെ തന്നെ കോൺഗ്രസിലെ മറ്റൊരു ഗ്ലാമർ താരം കൂടിയാണ് VT ബൽറാം. ബൽറാമിന് വലിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നവരും ഏറെയാണ്. ഒപ്പം തൻ്റെ സുഹൃത്തായിട്ടുള്ള ബൽറാം പാലക്കാട് നിന്ന് മത്സരിപ്പിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കുന്നത് ഷാഫി പറമ്പിലും സ്വീകാര്യമാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനും സ്വീകാര്യമാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. പാലക്കാടിനെ നന്നായി അറിയാവുന്ന വ്യക്തി എന്നുള്ള നിലയിലും ബൽറാമിന് UDFിൽ സാധ്യത ഏറുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. ആയിക്കോട്ടെ,
വി ടി ബൽറാമിന് പാലക്കാടിനുള്ള അത്രയ്ക്ക് കടുത്ത ബന്ധമുണ്ട് എങ്കിൽ വി ടി ബൽറാം വന്ന് പാലക്കാട് മത്സരിക്കട്ടെ. പക്ഷേ നമ്മൾ പറയാറില്ലേ 7 മണിക്ക് തന്നെ പരാജയപ്പെട്ടുവെന്ന്. അത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങുവാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ഈ മഹാനായിട്ടുള്ള വി ടി ബൽറാം ആദ്യമേ കരുതി വെക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പകച്ചു പോകും. കാരണം പാലക്കാട് കമ്മ്യൂണിസ്റ്റ് മണ്ഡലമാണ്. ഒരു CPM-ൻ്റെ കോട്ടയാണ് പാലക്കാട് എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ആ CPM-ൻ്റെ കോട്ടയിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ടാണ് ഷാഫി പറമ്പിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്താൽ പാലക്കാട് നിലനിർത്തിക്കൊണ്ടേ വന്നത്. ആ നിലനിർത്തിക്കൊണ്ടുവരലിൽ വടകരയിലേക്ക് അദ്ദേഹം പോയി ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ച് ഡൽഹിയിലേക്ക് പോകുമ്പോൾ പാലക്കാട് ഉണ്ടാകാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ വരുന്നതാരായിരിക്കണം? ഷാഫിയെപ്പോലൊരാൾ, അല്ലെങ്കിൽ ഷാഫിക്ക് മുകളിലുള്ളൊരാൾ. ഷാഫിയെപ്പോലൊരാൾക്ക് മാത്രമേ ആ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഷാഫിക്ക് മുകളിൽ, ഷാഫിയേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു നേതാവിന്, ഒരു യുവജന നേതാവിന്, അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പാലക്കാട് വിജയിക്കാൻ കഴിയൂ. വി ടി ബൽറാമിനെ പോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ മാത്രം പ്രതികരിക്കുകയും പ്രതികരണം നൽകുകയും ജനങ്ങളെ തിരിച്ചറിയാതിരിക്കുകയും ചെയ്യപ്പെടുന്ന വി ടി ബൽറാമിനെ പോലൊരു കോൺഗ്രസ്സുകാരനെ പാലക്കാട് കൊണ്ടു നിർത്തുന്നുവെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ അവിടെ വിജയിക്കാൻ പോകുന്നത് BJP ആയിരിക്കും, അല്ലെങ്കിൽ CPM ആയിരിക്കും. ഒന്നുകിൽ ഇടതുമുന്നണി വിജയിക്കും, അല്ലെങ്കിൽ BJP വിജയിക്കും. പാലക്കാട് കൈവിട്ടു പോവുക തന്നെ ചെയ്യും UDF എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വി ടി ബൽറാമിനെ പോലെയല്ല, ജനങ്ങളോട് ഇടപഴകുന്ന ഷാഫി പറമ്പിൽ കാണിച്ചു തന്ന ആ മാതൃകയിലുള്ള ഒരു വ്യക്തിത്വത്തിനെ അവിടെ കൊണ്ട് നിർത്താൻ കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും UDF-ന്. പക്ഷേ തൃത്താലയിൽ വി ടി ബൽറാം എന്ന് പറയപ്പെടുന്ന MLA-യെ എങ്ങനെയാണ് സ്വീകരിച്ചിരുന്നത്, ആ MLA എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നതെന്ന് തൃത്താലയുടെ ജനങ്ങളോട് ചോദിച്ചാൽ പറയും. അങ്ങനെ പ്രവർത്തിക്കുവാനുള്ള ഒരു MLA-യെ പാലക്കാടിന് ആവശ്യമില്ല. പാലക്കാടിലെ മതേതര മുഖമുള്ള ഒരു വ്യക്തിയായി മാറി അവരിൽ ഒരാളായി ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് ആ ജനങ്ങൾക്ക് ഒരു സ്വീകാര്യനാകുന്ന ഒരു വ്യക്തിയായിരിക്കണം പാലക്കാട് UDF കൊണ്ടിറക്കേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കൊണ്ടുവരേണ്ടത്. അത് ഈ വി ടി ബൽറാമിനെ പോലുള്ളവരാണെങ്കിൽ രാവിലെ 7 മണിക്ക് തന്നെ പരാജയത്തിൻ്റെ കയ്പ് നീര് കുടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പകരം ഞാൻ കഴിഞ്ഞ 2 വീഡിയോകളിൽ പറഞ്ഞിരുന്നു, ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, പത്മജ വേണുഗോപാൽ, M സ്വരാജ്, അങ്ങനൊരു മത്സരമാണ് അവിടെ നടക്കുന്നതെങ്കിൽ കടുത്ത മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. മറ്റൊന്ന് K മുരളീധരനും പത്മജയും തമ്മിലുള്ള നേരിട്ടുള്ളൊരു മത്സരം, അതിനും സാധ്യതയുണ്ട്, സാധ്യതയില്ല. പക്ഷേ അത്തരത്തിലൊരു മത്സരവും ഉണ്ടാകുകയാണെങ്കിൽ അതും കടുത്തൊരു മത്സരത്തിലേക്ക് പോകും. പക്ഷേ K മുരളീധരൻ എന്തായാലും ഇനി തിരികെ പാലക്കാട് നിയമസഭയിലേക്ക് വരാൻ സാധ്യതയില്ല. അദ്ദേഹം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വട്ടിയൂർക്കാവിൽ, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും പാലക്കാട് മത്സരിക്കുവാൻ, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ K മുരളീധരൻ ഉണ്ടാകില്ല. പകരം ഇവിടെ വി ടി ബൽറാമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പരാജയം രാവിലെ തന്നെ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പകരം മറ്റൊരാൾ, ഇവിടെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് അത്ര വലിയ ഇമേജ് ഉള്ള ഒരു നേതാവാണ് എന്നുള്ളതുകൊണ്ടല്ല. പകരം പത്മജ എന്ന് പറയപ്പെടുന്ന BJP-യുടെ നേതാവും രാഹുൽ എന്ന് പറയപ്പെടുന്ന യുവ കോൺഗ്രസ് നേതാവും ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തീപാറുന്നൊരു പോരാട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ പലപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം കൊമ്പ് കോർത്ത 2 വ്യക്തികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. മാത്രമല്ല കോൺഗ്രസ്സുകാരിയായിരുന്ന പത്മജയും കോൺഗ്രസ്സുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ പോരടിക്കുമ്പോൾ BJP-യുടെ സാധ്യതകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അത് ഉറപ്പാണ്. കാരണം ഏകദേശം വലിയ മാർജിനിലല്ലാതെ 3800 വോട്ടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ തവണ ഈ ശ്രീധരനിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയത് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP വളരെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അവിടെ കൃഷ്ണകുമാർ ആണെങ്കിലും പത്മജ വേണുഗോപാൽ ആണെങ്കിലും BJP-യുടെ ഈ 2 സ്ഥാനാർത്ഥികളിൽ ആരാണെങ്കിലും അവിടെ വിജയിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ്. അഥവാ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലോ K മുരളീധരനോ അല്ല അവിടെ മത്സരിക്കുന്നത് എങ്കിൽ പകരം വി ടി ബൽറാമാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നതെങ്കിൽ വിജയം ഉറപ്പാണ് BJP-ക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് BJP പിടിക്കുക തന്നെ ചെയ്യും.